ന്യൂസിലാൻഡിനടുത്തുള്ള കുക്ക് ഐലൻഡ്സ് എന്ന കൊച്ചുരാജ്യം സഞ്ചാരികളുടെ സ്വപ്നഭൂമിയാണ്. 15 ദ്വീപുകൾ അടങ്ങിയ ഈ രാജ്യം സൗത്ത് പസഫിക് ഓഷ്യനിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ നഗരങ്ങളില്ലാത്ത ഈ രാജ്യത്തിൽ അവാറുവ എന്ന കൊച്ചു പട്ടണമാണ് തലസ്ഥാനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 5000 ആളുകൾ തലസ്ഥാന നഗരിയിൽ താമസിക്കുന്നു. രാജ്യത്തെ മൊത്തം ജനസംഖ്യ 15,000 ആണ്. 3,000 ആളുകളും തലസ്ഥാന നഗരിയിൽ തന്നെ താമസിക്കുന്നു. ബസ് സർവീസും മറ്റ് അത്യാവശ്യ സൗകര്യങ്ങളുമുള്ളത് തലസ്ഥാന നഗരിയിലായതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതിനു പുറമെ ന്യൂസിലാൻഡ് കുക്ക് ഐലൻഡ്സുമായി അടുത്ത സൗഹാർദ്ദം പുലർത്തുന്നതുകൊണ്ട് എല്ലാ ദ്വീപവാസികൾക്കും സൗജന്യമായി ന്യൂസിലാൻഡ് പൗരത്വം കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഡബിൾ സിറ്റിസൺഷിപ്പാണ്, 2 പാസ്പോർട്ട് ഉണ്ടാകും. ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി 50,000 ആളുകൾ ന്യൂസിലാൻഡിൽ പോയി സ്ഥിരമായി താമസിക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്തിലെ ജനസംഖ്യ 65,000 എന്ന് പറയുന്നതാണ് ശരി. ടൂറിസമാണ് ഈ രാജ്യത്തിന്റെ മുഖ്യ വരുമാനം. സുവാറോ നാഷണൽ പാർക്ക് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഈ ദ്വീപിനെ ലോകപ്രശസ്തമാക്കിയത് ടോം നീൽ എന്ന ന്യൂസിലാൻഡ് നാവിക ഉദ്യോഗസ്ഥനാണ്. എഞ്ചിനീയറായിരുന്ന ടോം നീൽ ജോലി രാജിവെക്കുകയും ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ താമസിച്ചാൽ എങ്ങനെയുണ്ടാകും എന്നറിയാൻ വേണ്ടി കുക്ക് ഐലൻഡ്സിൽ വരികയും 16 വർഷം തുടർച്ചയായി ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുകയും ചെയ്തു. വൈദ്യുതിയും വാഹനങ്ങളുമില്ലാത്ത ഒരു ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് മലയാളികൾക്ക് ഊഹിക്കാൻ പറ്റുകയില്ല. എന്നാൽ 16 വർഷം യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ടോം നീൽ ഇവിടെ താമസിക്കുകയും ഈ അനുഭവത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുകയും ചെയ്തു. ആൻ ഐലൻഡ് ടു വൺസെൽഫ് എന്ന ഈ പുസ്തകം അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി മാറ്റി. അതിനു പുറമെ കുക്ക് ഐലൻഡ്സിൽ ടൂറിസ്റ്റുകൾ ധാരാളമായി വരാൻ തുടങ്ങിയതും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഹിലാരി ക്ലിന്റൺ കുക്ക് ഐലൻഡ് സന്ദർശിച്ചത് ഈ രാജ്യത്തിന് വമ്പിച്ച പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കൊടുത്തു. ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കന്മാർ സൗദി അറേബ്യ പോലെയുള്ള സമ്പന്ന രാജ്യങ്ങൾ മാത്രം സന്ദർശിക്കുമ്പോൾ ഹിലാരി ക്ലിന്റനെ പോലെയുള്ള ഇടതുപക്ഷ ആശയങ്ങളുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ചെറിയ രാജ്യങ്ങളെയും വേണ്ട പോലെ പരിഗണിക്കണമെന്ന് വിശ്വാസമുള്ളവരാണ്. കുക്ക് ഐലൻഡ്സ് ലോകം മുഴുവൻ അറിയപ്പെട്ടത് ഹിലാരി ക്ലിന്റന്റെ സന്ദർശനത്തോടു കൂടിയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. കുക്ക് ഐലൻഡ്സിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും 31 ദിവസത്തേക്ക് ഓൺ അറൈവൽ വിസ കൊടുക്കുന്നുണ്ട്. റാറോട്ടോങ്ങ എയർപോർട്ട് എല്ലാ ദിവസവും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും സർവീസ് നടത്തുന്നു. എയർ ന്യൂസിലാൻഡും വിർജിൻ ഓസ്ട്രേലിയയും ഹവായിയൻ എയർലൈൻസും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനു പുറമെ 10 ചെറിയ വിമാനത്താവളങ്ങൾ ദ്വീപുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ദ്വീപുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിമാന സർവീസുകളും എല്ലാ ദിവസവും ലഭ്യമാണ്. തലസ്ഥാന നഗരിയിൽ നല്ല സൗകര്യങ്ങളുണ്ടെങ്കിലും ദ്വീപുകളിൽ രാത്രിയിൽ കറണ്ട് ലഭിക്കുകയില്ല. ടോർച്ചും കൊതുക് തിരിയും നിർബന്ധമാണ്. കുക്ക് ഐലൻഡ്സിന് സ്വന്തമായി മിലിറ്ററി ഇല്ലാത്തതുകൊണ്ട് ന്യൂസിലാൻഡ് സംരക്ഷണം നൽകുന്നു. ചെറിയൊരു പോലീസ് സേന ഇവിടെയുണ്ട്. എങ്കിലും അവർ വെറുതെ ഇരുന്ന് സമയം കളയുകയാണ്. കാരണം കുറ്റകൃത്യങ്ങളൊന്നും ഈ ദ്വീപിലില്ല. പാർലമെന്ററി സിസ്റ്റത്തിലാണ് ഭരണം നടത്തുന്നത്. രാജ്യത്തിന്റെ ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രത്തലവൻ ന്യൂസിലാൻഡിലെ രാജാവാണ്. ഇംഗ്ലീഷ് ഭാഷയാണ് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത്. ടൂറിസം മേഖലയിൽ നിന്ന് 70% GDP-യും ഉണ്ടാക്കിയെടുക്കുന്നു. അതിനു പുറമെ വിദേശ സഹായവും ലഭിക്കുന്നുണ്ട്. കൂടുതലും ന്യൂസിലാൻഡും ചൈനയുമാണ് ഈ രാജ്യത്തെ സഹായിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വലിയ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുത്തത് ചൈനയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ്. അതുപോലെ കാർഷിക മേഖലയിലും ഫിഷിംഗ് മേഖലയിലും ഖനന മേഖലയിലും നല്ല പുരോഗതിയുണ്ട്. മനോഹരമായ കുക്ക് ഐലൻഡ്സിൽ ഏതാനും ദിവസം താമസിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും യൂറോപ്പിൽ നിന്നും ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു.